നമുക്കിവിടെ വന്നേക്കണത് എന്തിനാണ്? എന്തിനാ? അൻസിലിനെ വെയിറ്റ് ചെയ്യും. അൻസിൽ വരുന്ന എന്തിനാണ്? ഓണത്തിന് ചെറിയൊരു ഓണത്തിന് നമ്മ ഒരു പരിപാടി വെക്കുന്നത്. എല്ലാരും വന്നിട്ട് ഒരു ഓണസദ്യ, കസാരോട്ടം, പിന്നെന്തിരുന്ന് കോൽക്കളി, എല്ലാ പരിപാടി. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഒരു ഹാളും ഫാം ഹൗസ് വേണം. അപ്പൊ നമ്മുടെ അൻസിന്റെ കയ്യിലൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് സാധനം ഉള്ളത്? അവീറില്. അപ്പൊ അൻസിൽ പറഞ്ഞു അവീറില് നേരെ പോണ്, ഫാം ഹൗസ് എടുക്കണം, അവിടെ ചെന്ന് പൂക്കളിടണം, ഓണപ്പരിപാടി അവിടെ തന്നെ. അൻസിന്റെ എൻട്രിക്ക് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തേക്കണം. ഒരു 4 സൂപ്പ് കണ്ടിട്ടുണ്ട്. ഒരുപാട് തിരക്കും ഉള്ള ടൈമാണിപ്പോ. മച്ചു ഷവർമ സ്പൈസി. ഇവന് ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷവർമ അടിക്കാനുള്ള തന്നെ. ഒത്തന്റിക് ആണോ? ഇന്നൊരു സൂപ്പും കൂടി കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയിട്ട് ഹൻസിക്ക് എനിക്ക് തോന്നണേ പാർക്കിംഗ് ഇട്ട വഴിയില്ല എന്നുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിലേക്ക് പറഞ്ഞിട്ട് ജ്യൂസിനോ സ്പൈസിനോ ഒത്തന്റിക് ആണോ? ഒത്തന്റിക് സ്പാനിഷ്. ഈ സാധനം ജ്യൂസിന് സ്പൈസിന് എന്നൊക്കെ പറയുന്നത് മനസ്സിലാവണില്ല. അവനൊരു ശരിക്കുള്ള ശരിക്കുള്ള ഹായ് അച്ചു ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ. ഇന്ത്യ इधर कितना साल हो गया? 5 साल इधर सेम नादल वस नहीं, पहले सातर ब्रांच है। पहले सातर है। शहतर उधर से है ना? हाँ, उसका पार्टनरशिप है। सही पार्टनर चेंज हो गया, बाप चेंज है। ओ ये इसका अजमान भी है ना? हाँ, अजमान में एक अजमान भी है। बड़ा ओके ब्रांच है, मेन ब्रांच अजमान में है। सही है। सूप अच्छा है, इसके लिए सूप जल्दी दे दो. അവനൊരു സന്തോഷം. വന്നിട്ടില്ല. പച്ചാന്നൊക്കെ പറയുന്നത് സൂപ്പറുണ്ട് വീഡിയോ എടുക്കും. സൂപ്പ് പറഞ്ഞിട്ട് നമ്മളെ മച്ചാൻ കൊണ്ടുവരുന്നത് സൂപ്പ്. एक और सूप चाहिए, एक आदमी आएगा अभी. ओके सर. ये वीडियो बनाने के लिए मुश्किल है. बनाने के लिए ചെറു പഴക്ക് മുസ്കിൽ സൂപ്പ് ഇവിടെ സൂപ്പാണ് മുറുക്കാൻ വേണ്ടി തുറന്നിരിക്കല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഒരു ഹണ്ടിങ്ങിന് വേണ്ടി പോണാണ്. എന്താണ് നമുക്ക് ഹണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടി നടത്താൻ പറ്റിയൊരു ഫാം ഹൗസ്. അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. കൊണ്ടല തൊണ്ടവേദന ഇതൊന്നും തമ്മിൽ എന്ത് ബന്ധം? അയ്യേ അങ്ങനൊന്നുമില്ല. എടാ അൻസിൽ എവിടെ പോയടാ? സത്യം മനസ്സില്ല കണ്ടത്. ഇവൻ ടാറ്റ കൊടുത്തല്ലോ എനിക്ക്. നമ്മളിവിടെ പോണ്ട് പാർക്ക് എന്ന് പറഞ്ഞ നോക്കി സൈസിലൊരു പാർക്ക് ഉണ്ട് ഇവിടെ. നമ്മളുടെ നബിദിന പരിപാടി, നബിദിനല്ല നോമ്പുതറ പരിപാടിയൊക്കെ ഇവിടെ നടക്കാറ്. ഇതാണ് അതിന്റെ ഫ്രണ്ടിലുള്ള നാദൽ വസത്ത്. അതെ അതെ. അപ്പൊ നമ്മ സുഹൃത്തുക്കളെ അമ്മ എന്തിനാ നിക്കണേ പറയും. അൻസിൽ വരുന്നുണ്ട് ഓണത്തിന് ചെറിയൊരു പരിപാടി കാണുള്ള. ഇക്കണ പരിചയപ്പെടുത്തട്ടെ. ഒരു മിനിറ്റ് ഓണം വരാറായി. അതെ, ഓണപ്പടുത്തുണ്ടാവും. ഓണത്തിന് ഇപ്പൊ പാർക്കിൽ ഫാമിലികൾ കണ്ടമാനം വരും. ബോട്ട് പാർക്ക്, ചായയും കടിയും ഒക്കെ ഉണ്ട്. ഫ്രീ പാർക്കാണ്, പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. പാർക്കിംഗ് ഫ്രീ ആണ്. പിന്നെ ഫാമിലി പാർക്ക് ഫ്രീ ആണ്. നൈറ്റ് ഓവർനൈറ്റ് ഒക്കെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുമോ? അങ്ങനൊന്നും ഒരു ദിവസമൊക്കെ ഒന്നും കുഴപ്പമില്ല. അത് പോലീസുകാരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. 2 ദിവസം 3 ദിവസം ഒക്കെ ആകുമ്പോൾ ഫൈൻ അടിച്ച് കൈ തരും. എടുത്തുണ്ടോ പോലെ ഇവിടെ കച്ച പാർക്കിംഗ് ആണ്. ഒരു ക്യാമറ അടിച്ച് പോകും. അപ്പൊ ഒരു 700 രൂപ ഫൈൻ അടിക്കും. ഇവിടെ പാർക്കിംഗ് ഉണ്ടാവും. പിന്നെ മേലെ കയറ്റേണ്ട ആവശ്യമില്ല. എല്ലാരും ഇവിടെ വരിക. ഓണത്തിന് വരാ.
ഹോട്ടലല്ല കേട്ടോ, പാർക്കിൽ. പിന്നെ ഇവിടെ ചായയും കടിയൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ചായ കടി. അപ്പൊ ഹോട്ടലിൽ വരുന്നവർക്ക് കൂടെ ചായ കടി ചായയും കുടിക്കാം. കടിയൊക്കെ കിട്ടുമല്ലോ. അതെ സ്നാക്സ് അതെ. നിങ്ങളുടെ പേരുന്നതാ? സെമീർ. ഇത് ഓൾ ഓവർ ഇന്ത്യ. പിന്നെ വലിയ ഷാജാസ് അഹമ്മദ്. നമ്മളെ ചെക്കൻ വരുന്നുണ്ട്. ഞാൻ അടുത്ത് പുള്ളിക്കാരനോട് വീഡിയോ ചോദിച്ചു നേരത്തെ. അടിപൊളി ജ്യൂസ് അടിപൊളിയാണ്. പാർക്കിലേക്ക് വരുമ്പോൾ നമ്മളെ ഹോട്ടലിലേക്കും കൂടി വരും കേട്ടോ. ഇൻഷാ അല്ലാ വരാം എന്തായാലും. ചെക്കനോട് നോക്കി പെടുത്തണ്ടേ? നമ്മളെ ഫസ്റ്റ് എന്റെ കൈ വിറക്കുണ്ടോ കാര്യത്തിലേക്ക് കടന്നില്ലടാ. കാര്യത്തിൽ കൊടുക്കുന്നത് മനസ്സിനെ കണ്ടേനി. ഇത് ഇവിടെ ഇങ്ങനെ അച്ചാറ് പോലെ കൈ പിടിക്കാനല്ലേ ഇവിടെ എത്തിയാലോ സംസാരം വരും. ദുബായ് അജ്മാന് മെയിൻ പറഞ്ഞിട്ട് ദുബായിലുള്ള വസ്തു കൊടുത്തിടുന്നത് എവിടെ? അതെ, ഇവിടെ ദുബായിലത്തേതാണല്ലോ ഇത്. അത് കാരണം ഇവിടുത്തെ സൂപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. നാളെ ഇവിടെ തിരക്കാവട്ടെ. മറ്റേ അനാൻസ കയറിയോ ഉള്ള കച്ചവടം പോകുന്നുണ്ട്. ഇവിടെ നമ്മളെ നടൻ വരുന്നുണ്ട്. ആള് വരുന്നുണ്ട്. ഓണത്തിന്റെ പരിപാടിയുടെ മെയിൻ ആളാണ് വരുന്നത്. കോർഡിനേറ്റർ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ഹൗസ് 1 ലക്ഷം ഫാം ഹൗസ് പറഞ്ഞ ആ വീറിൽ റെഡി ആയിട്ടെന്ന് പറയണത്. അതിന് വേണ്ടി ബഹുമാനപ്പെട്ട ദൂരത്തുനിന്ന് വരുന്നത് സോനാപുരിക്കോ? സോനാപൂർ എങ്ങനെ പോവാ? നേരെ പോവാ. സൈക്കിള് പക്ഷെ പണിയാണ്. വലിയ റോഡാ 6 ലൈൻ്റെ. പിന്നെ അതിലേ പോണം, അല്ലെങ്കിൽ ഇവന്റെ അതിലെ പോയിട്ട് പോണം. ഇക്ക ഒരു കാര്യം ചെയ്താൽ മതി. ഈ സിഗ്നലില്ലേ, ആ സിഗ്നൽ കഴിഞ്ഞ് 2ാമത്തെ സിഗ്നൽ കിട്ടും. നെയ്ച്ചോറ് കടാന്ന് കാണാം. അവിടെ നിന്ന് നേരെ ചവിട്ടിട്ട് പാലം കയറി ഇറങ്ങണം. പക്ഷേ അവിടെ നിന്ന് എല്ലാം കൂടെ അല്ല ഒന്നാമത് ആ പാലത്തിന്റെ മേലെ കൂടെ കയറി ഇറങ്ങണം. ഇതിലേ നേരെ വിട്ടാ മതി. ഇതിലേ ഇനി പോയിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വരുന്ന പോണം. സുഹൃത്തുക്കളെ പിടി പറയും. അപ്പൊ നമ്മൾ എന്തിനാണ് പോണ്ടേന്ന് നമ്മളുടെ സംഭവം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പറഞ്ഞോ? നെക്കെല്ലാം ഒന്നും പിടിച്ച്. അതെ, നമ്മ ഇന്ന് പോണത് നമ്മൊരു പ്രിയമുള്ളവര്. അതെ, ഇതൊന്നും കഥാപ്രസംഗം മര്യാദ പറഞ്ഞാൽ മതി. മാവേലി വരുന്നുണ്ട്. മാവേലിനെ സ്വീകരിക്കാൻ ഹെലികോപ്റ്റർ അല്ല, എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് തെറ്റാക്കിയിരുന്നു. റാഷിദി ഞാൻ നേരെ പിക്ക് ചെയ്ത വീർ മാർക്കറ്റിൽ ഇറക്കിയുള്ളൂ. പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നേരെ സജുവിന്റെ റൂമിൽ പോയി. അല്ല, ആരും നമ്മളെ മാവേലി സജു നല്ല വയറുള്ള മാവേലി മൂലൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാം. നീ മെയിൻ എന്ന് പറഞ്ഞാൽ മതി. സജു നീ മീണനെ, നീ മെയിൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പ്. അപ്പൊ നമ്മ ഇനി സൂപ്പ് കുടിച്ചിട്ട് പറയാ. അടുത്ത പറ. സൂപ്പ് കുടിച്ചിട്ട് നമ്മ നേരെ അവീറിൽ ആള് പറഞ്ഞതേ ഒരു 8 മണി 8:30 വരെ. 8 മണിക്ക് ശേഷം വന്നോ കുഴപ്പമില്ല, അവിടെ ആൾക്കാരുണ്ടാവും പറഞ്ഞു. നമ്മൊരു പണി ചെയ്യും. എട്ടായി പോണ്ടാണോ? അപരാധമൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം നമുക്ക്. അതെ അതെ, ഞങ്ങൾക്ക് കുടിച്ച് തീരട്ടെ. അപ്പൊ നമ്മളെ ഓണപരിപാടി പ്രമാണിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കൂടാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താം. അതിന് വേണ്ടി നമുക്ക് ഇപ്പൊ എവിടെ കിട്ടിക്കണം? അവീറിലൊരു ഫാം ഹൗസ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അവീറ് ഏത് ഭാഗത്തുനിന്ന് അറിയോ? അവീറില് അതേ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്.
പുള്ളിക്കാരനെ എങ്ങനെ കണക്ഷൻ കിട്ടിയങ്ങനെ? കണക്ഷൻ റനീഷിന്റെ ആരോണ്. പശുവിന് അറബിയ കാണുന്നുള്ള പുള്ളിക്കാരൻ ഏതല്ലേ പറഞ്ഞേ? റനീഷിന് കുറച്ച് കണക്ഷൻ ഉണ്ട് പച്ചളടയില്. കണക്ഷൻ കിട്ടിയതല്ലേ. നമ്മ അങ്ങോട്ട് പോണ്, പിന്നെ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ? അല്ല, പക്ഷെ അതിന് മുമ്പ് എന്താന്ന് അറിയോ, പോണ റൂട്ടിലേ വേറെ ഫാം ഹൗസ് നമ്മ നോക്കണം. ബോർഡ് കാണും ഫാം ഹൗസ്. പിന്നെ അയാള് 400 പറഞ്ഞു, നമ്മ ഒരു 300 പിടിച്ചിട്ട് 100 നമ്മളെ കയ്യിൽ അലൈന് മുക്കിയിട്ടുണ്ടെങ്കില് അവന്മാര് ദുബായ് ബെൽറ്റ് മുക്കും, ദുബായ് മുഹൈസിന ബെൽറ്റ് മുക്കും. അതെ അതെ. മനസ്സിലായി. നമ്മണ്ടല്ലോ, നമ്മളെ പിള്ളേർക്ക് ഇവിടെ അടിച്ചു ഇതില്ല, ചാർജില്ല. അല്ല കട്ട് ചെയ്തോ, കാര്യം ചെയ്യാം, അവിടെ ചെന്നിട്ട് ഇനി അല്ലേ ആ വഴി, അതായത് ചാർജിന്റെ വഴിയിലേക്ക് എത്തിയിട്ട് നമുക്ക് കാണാം. അല്ലടാ മോനെ, അമ്മ പറഞ്ഞ അവീരല്ലടാ. അതല്ല, ഇത് കൊറേ ഉള്ളിൽ പോയി. ഉദ്ദേശം എന്ന് വെച്ചാല് മറ്റേ വെജിറ്റബിൾ മാർക്കറ്റിൽ അവീറില്ലേ? ആവീരല്ല, നമ്മളിപ്പോ ഷാർജ എമിറേറ്റ്സ് റോഡ് 611 കഴിഞ്ഞ് അപ്പുറത്ത് കടന്ന് ഏതോ ഒരു വിജനമായ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദൂരമുണ്ട്. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുമോ? നമുക്കിവിടെ എത്തിപ്പെടാൻ പറ്റുമോ? അങ്ങനല്ല, ആൾക്കാരില്ലേ, ആൾക്കാരെ ഡിവൈഡ് ചെയ്യാ, സെന്റർ പോയിന്റിൽ എത്താൻ പറയാ. പക്ഷെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടല്ലോ, അജ്മാനില് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് എത്തിക്കണ്ടേ, അതൊരു ടാസ്ക് ആണ്. പക്ഷെ എന്നറിയോ, റിസ്ക് കൂടുന്തോറെ പരിപാടിയുടെ കുമ്മ് കൂടുള്ളൂ. അതൊന്നും എനിക്ക് പറയാം. എനിക്ക് സ്ഥലം ഇഷ്ടായി, സ്ഥലവും ചെറിയ ചെറിയ ചായക്കടകളും. അതെ അതെ. പിന്നെ ഇവിടെ അൽ റബാബിയുടെ ഒരു ഫാം ഉണ്ട്. അതെന്നറിയോ, അതെ, പാല് കറന്നപ്പ തന്നെ ഇതിലൊഴിച്ചുണ്ടാക്കി തരുമെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മള് ഇനി അവിടെ എത്തിയിട്ട് അവിടെ എന്താണ് സംഭവം നോക്കിട്ട് വരാം. കാരണം നമുക്ക് പരിപാടി പറ്റിയൊരു ആപ്റ്റായ സ്ഥലമാണോ? പിന്നെ അത് മാത്രല്ല, നമ്മൾ ഇത്രയും ബസ് സ്റ്റോപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. സ്റ്റോപ്പ് പച്ചാല വിളിക്കട്ടെ ടാക്സിക്കാരെ? അല്ല, നമ്മളെ സ്ഥലത്താനായിട്ടാ. ഞാൻ മറ്റേ മാസ്ക് ഇട്ടിട്ട് കള്ള ടാക്സി ഓടിയല്ലോ. എല്ലാരും പരിപാടി മനസ്സില്ല, പൈസ പകുതി സ്പോൺസർ. അപ്പൊ പക്ഷെ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിട്ടാ. കാരണം നമുക്കിപ്പോ ദുബായിന്ന് നേരെ 311 പിടിക്കും, ഇപ്പൊ ഷാർജയും കഴിഞ്ഞ അജ്മാനും കഴിഞ്ഞ ഏകദേശം. അതെ, ഇപ്പൊ നെയ്ച്ച് പറഞ്ഞുണ്ടല്ലോ, അതിന്റെ ആ ഒരു ആംബിയൻസ് മാത്രമുള്ള പ്രശ്നം. ബാക്കി ഫണ്ട് കൊണ്ടൊക്കെ ഓക്കെ. ഇവിടെ ഇനി വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിലോ, ഫണ്ട് പ്ലസ് നമുക്കൊരു ആംബിയൻസ് ഉണ്ടല്ലോ. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പരിപാടി കണ്ടക്ട് ചെയ്യുന്നുള്ളതിലും ഇപ്പൊ നീ കണക്ട് ആയത് ഇപ്പൊ പാലിന്റെ മറ്റേ കൊളീഗ്സ് അവര് വഴി ആയിരിക്കുമല്ലോ ഇത് കിട്ടിയ അറബികള് വഴി കിട്ടിയിട്ടുള്ളൂ. അതായത് റനീഷ് എന്ന് പറഞ്ഞാലേ നമുക്ക് കാണുമ്പോ ഒന്നും ഇരിക്കൂല, പക്ഷെ നല്ല പിടിപാടുണ്ടല്ലേ. അറബികളുടെ ഇടയിൽ നല്ല പിടിപാടുണ്ട്. ഈ ഭാഗത്തൊക്കെ അതും 5000 പറഞ്ഞ 5000 ദിർഹംസ് പറഞ്ഞ ഈ ഫാം ഹൗസ് നമുക്ക് എത്രയാണ്? 400-500 അങ്ങോട്ടാണ് തരുമെന്ന് പറഞ്ഞത്. നമ്മ പ്രത്യേകം നന്ദി പറയണം. പിന്നെ ആംബിയൻസ് ഇല്ലെങ്കിൽ അവനെ ചേരി കിട്ടും. ആംബിയൻസ് എന്ന് പറയുമ്പോഴേ നമ്മ പരമാവധി നമുക്കിപ്പോ ഷാർജിൽ അജ്മാനൊക്കെ പാർട്ടികൾ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാല് ഇത്ര ദൂരത്ത് എല്ലാരും വരുമ്പോ അവർക്കൊരു ഇത് കൊടുക്കണം, നമുക്ക് ഒരു വാവ് സെറ്റപ്പ്. കാരണം അലൈനിന്നൊക്കെ ഷീബു ഫാമിലി ഷീബു മിന്നു ടീം, അബുദാബി എന്നൊരു ടീം, എല്ലാരും കൂടെ വരുമ്പോ ഇത് പൊളിച്ച് വന്നത് മുതലായി. ഏത് ആ ഒരു സാധനം കിട്ടണ്ടത്. അല്ല, ആളെ വിളിക്ക് മനസ്സിലേ, അറബി സംസാരിക്കാൻ അറിയാനായിരുന്നു. ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ കൊളീഗ്സ് അവിടെ ഉണ്ടാവും.
ഏതില് വേണം? ഒന്നിനായി അറബി, അൻസി എന്തായാലും ഒരു ഓണപ്പരിപാടിക്കുന്നില്ല, അറബി സംസാരിക്കും. അറബിയില് ഓണം വിളിക്കും. അറബി ഓണം. അറബി ഓണം അവിടെ. സൗദി അറബി പക്ഷെ അറിയൂ. രാത്രി സൈക്കിൾ അതൊക്കെ ഒരു സോലാപുരം നാളോ ഇതിന് ആംബിയൻസ് എന്ന് പറയുന്നത്. മോനെ എൻട്രോ നോക്കി കുറ്റിക്കാടിന്റെ ഇടയിൽ കൂടി റോഡ്. നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത് നമുക്ക് ഈ രാത്രി വരുന്ന വൈബ് രാവിലെ കിട്ടും. നമുക്ക് രാവിലെ നല്ല വെയിലായിരിക്കില്ലേ? ഇതൊരു വൈബ് ഏരിയക്കണോ? ഓഫ് റോഡ് വണ്ടി പോവാൻ പറ്റുമോ? വണ്ടി കുടുങ്ങിയാ പെട്ടിട്ടാ. നമുക്ക് വന്ന ദിവസേ നിസാം പെട്രോൾ എടുത്ത് തന്നാ മതി വഴി. മനസ്സിലായി? മറ്റേ കാട്ടുകള്ളന്മാരെങ്ങനെയാണോ നമ്മളെ അല്ല സ്ഥലത്തിനും ഞാളെ വിളിച്ചിട്ട് മുന്നോട്ട് പോണതായിരിക്കും ഷാപ്പ്. നമുക്ക് നല്ല ഓഫ് റോഡ് ആ വീർ ഫാമിക്കുള്ള വഴിയുണ്ടാ. ഓഫ് റോഡേഷന് നമുക്ക് ഓണം കഴിഞ്ഞിട്ട് ഇതേപോലെ നെയ്റ്റ് ഒരു എടുക്കുക. അതെ അതെ വില്ലേജ് ആവണം ബ്ലോഗിനെ കാരണം ഒന്നാമത് നമ്മളിനി ഗൾഫിക്ക് വന്നതാ, പ്രവാസത്തിന് വന്നതാ പണിയെടുക്കാൻ വേണ്ടി. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമുക്ക് ആകുള്ളത്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാളെ പാലോചിച്ച് പട്ടി കൊറിക്കണ്ടാ വണ്ടിന്റെ അതല്ലടാ വിറ്റി. ഇതൊരു പറമ്പല്ലേ? എടാ ഇറങ്ങണേ മുന്നേ ചിലപ്പോ ഒരു പട്ടി നയിച്ചിട്ടുണ്ടാവും. ഫാമിലൊക്കെ ഉണ്ടാവും ചിലപ്പോ കുതിര നയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ. അല്ലടാ ഇതേ ഞാൻ പറട്ടെ, ഇത് ഫ്ലോപ്പ് ഉണ്ടാവും. വണ്ടി ഓഫ് ഓടണ്ട. ആരെ വിളിക്കുന്നേ? അറബി അറിയാൻ വിളിക്ക്. ഹിന്ദിയിലല്ല അറബിയല്ലേ? നീ ആദ്യം വിളിക്കുന്ന കഥ പറയും. കൂട്ടുകാരെ നമ്മള് എത്തിച്ചെന്നത് ഒരു വിജനമായ ഒരു സ്ഥലത്താണ്. ഇതൊരു ഫാം എന്ന് പറയുന്നത്. നമ്മുടെ ഓണസദ്യ അവിടെ ഒരുക്കും. നമ്പർ 966 ലാസ്റ്റ്. ഒരു വിളിക്കട്ടെ. കുൽത്തുവാനമീൻ അജബലി പോർട്ട് ടീച്ചിക്കോ. അപ്പോ നമ്മ പെട്ടു ഗൈസ്. ഇവിടെ കുറച്ച് ഗോതമ്പ് പാടവും നോക്കിയേ. അത് വിജനമായ സ്ഥലം ഉണ്ടത്. ഇനി ഇതിന് വേറെ വല്ല സ്ഥലം ഉണ്ടോ? നമ്മള് എന്താ പറയുന്നേ, व्हाइट कलर में हम इधर व्हाइट कलर की गाड़ी इधर है. व्हाइट कलर गाड़ी नहीं है. लोकेशन में इधर पूरा प्लेन है ना. ठीक है हम इधर ही है, इधर ही वेट करेगा. ചെറുതായി പണിപാളി ഗൈസ്. പണിപാളിട്ടില്ല. ഇതെന്നാണോ? അതായത് ഇതിലെ പെട്ടെന്ന് നമ്മൾ ഓണസദ്യ നമ്മളെ പാർക്കിൽ പോലെ എപ്പോഴും എന്ന് വെച്ചാല് നല്ലത് നമുക്ക് നല്ല സാധനം ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്ലോപ്പ് ആവുള്ളൂ. നമ്മള് മൈൻഡിൽ എന്താണ് അലമ്പെന്നാണ്. അപ്പൊ ഇനി ചെലവിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കില്ല അടിപൊളി സ്ഥലം. റനീഷ് ഏൽപ്പിച്ചോണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് നല്ലതാവും എന്നുള്ളത്. റനീഷ് എപ്പോ കൊണ്ട് നല്ല അലമ്പേരി. അതെ ശരിയാണ്. ഇതെന്റെ ഫോൺ. ആളെന്ത് പറഞ്ഞു?
അതിന്റെ ആള് ഇപ്പൊ വരും. മരാത്മി അബി പോച്ചേക്കാന്ന് പറഞ്ഞു. പോച്ചേക്കെന്ന് പറഞ്ഞാൽ ഉടനെ എത്തും. അപ്പൊ നമുക്കിനി ആള് വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, ഇതാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. വരുമ്പോ തന്നെ ഗെയിമിംഗ് ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞ പേര് എനിക്കറിയില്ല. ചിക്കൻ ചൂടുന്നതല്ലേ? ചിക്കൻ ചൂടുന്നതല്ല. ഇത് കഴിഞ്ഞിട്ട് ഇത് ഹാള്. ഇവിടെ മറ്റേ ബില്യാർഡ്സ് കളിക്കുക. അത് കഴിഞ്ഞിട്ട് ബില്യാർഡ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഗംഭീര ഹാള്. ഇത് ഹെവി സ്പോട്ട് തന്നെ ഉണ്ടോ. നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. കുക്കിംഗ് ചെയ്യാൻ പറ്റിയ, കുക്കിങ്ങിന് പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഹാളിൽ നിന്ന് ഇത് സിറ്റ് ഔട്ട്. എത്രയും പേർക്ക് നമുക്ക് 30 പേർക്ക് ഇരുന്ന് കയ്യൊട്ടിപ്പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് കൂടാ. ഇനി ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഹാള് ഇവിടെ ഡൈനിങ് ഹാൾ ഉണ്ട്. മറ്റേ മജ്ലിസ് കൂടാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ട്. റൂമുണ്ട്. കിട്ടുന്നല്ല ഇവിടെ റൂമുണ്ട്. ഇത്രയധികം റൂമുകളുണ്ട് നമുക്ക്. ഇതെല്ലാം നമുക്ക് കിട്ടണോ? ഇതിൽ മൊത്തം ഫാം ഹൗസിനാണ് അവർ പറയണത്. ഓക്കെ. പിന്നെ ബെഡ്റൂം, വാർഡ്രോബ്, ബാത്റൂം. ഇത് മൊത്തം ഇതിപ്പോ നമ്മൾ ഗ്രൂപ്പിലിടാൻ എടുക്കണം. ഇവിടെ ബാത്റൂം ഉണ്ട്. അടിപൊളി സെറ്റപ്പ് ആണ്. ഇത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാം. എല്ലാം മൊത്തം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണ്ടോ? അടുത്ത് ഓഫ് ചെയ്തു. എല്ലാം ഒപ്പം ചരിക്കണം സംഭവം ഉണ്ടല്ലോ. അടിപൊളി 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 സാധനം. യുഎയിൽ ആദ്യമായിരുന്നു നമ്മ ഇങ്ങനത്തെ ഒരു നമ്മ ആദ്യമായിട്ട് കാണാൻ വേണ്ടി കണ്ടിട്ടില്ലല്ലോ. റോട്ടി കൂടി വണ്ടി അടിക്കുക. അപ്പളേ നമ്മ പറഞ്ഞെന്ന് വെച്ചാൽ 1300 മറിയും ലൈവ് ടെലികാസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതേ 1300 വർത്താണ് സംഭവം. വർത്ത് എല്ലാരും വർത്ത് പറ്റിട്ട് വർത്താണ്. അപ്പൊ നമ്മളെല്ലാരോടും പറഞ്ഞ് സെറ്റായി. ഒരു 50 പേര് നൈറ്റ് വന്നു ഇവിടെ തങ്ങി. എന്ത് പൊരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മ കൂടിയതിന്റെ ഇത്രയും നാള് നമ്മൾ കൂടിയതിന്റെ ചരിത്രത്തില് ഏറ്റവും നല്ലൊരു പരിപാടിയായി മാറും. അതുണ്ടോ ഇല്ലേ? അത് മസ്റ്റ്. ഓക്കെ. അപ്പൊ രാത്രി എടുക്കണ സാധനം നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി നമ്മ വരുന്നു, നമ്മ കിച്ചൺ റെഡി ആക്കുന്നു, പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇൻ കേസ് ഉണ്ടല്ലോ അന്ന് രാത്രി വരാൻ പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വരുന്നവരെത്തിയിട്ട് കുക്കിംഗ് തുടങ്ങും. അതെ അത് മതി. നമ്മളൊരു ഓണത്തിനുള്ള ഫുൾ സാധനം സെറ്റ് ആക്കി വെക്കുന്നു പിറ്റേ ദിവസത്തിനുള്ളത്. എടാ നമുക്ക് ഡ്രസ്സ് കൊണ്ടുവെക്ക, കാര്യങ്ങൾ ചെയ്യാ, എല്ലാം ചെയ്യാ. ഞാൻ റൂമിന്റെ ബെഡ് കണ്ട ആ സിംഗിൾ റൂം എനിക്ക് വേണം കേട്ടോ. പക്ഷെ നമ്മളെ വ്ളോഗ് പകുതി വെച്ച് കട്ടായി പോയി. കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ഒരു ഫ്രഷ് മിൽക്ക് കുടിക്കണം പശുവിന്റെ അകിടിന്ന്. അബൂബക്കർ പറഞ്ഞു ഇത് പറ നമ്മൾ അന്ന് പൊരിക്കുന്നു. ആര് പൊരിക്കും? അല്ല പരിപാടി. അപ്പൊ നമ്മ വരുന്നു, നമ്മ പരിപാടി ചീറ്റും ഒരു പേരുണ്ട് പരിപാടിക്ക്. പുതിയ ഓണം. പുതിയ ഓണം സെറ്റാവും. പുതിയ എല്ലാത്തിനും ബാക്കില് അല്ലാത്ത ടീം ഇതിന്റെ ക്ലബിന്റെ പേരെന്തെന്നറിയോ? എന്താ പേര്? ഫുട്ബോൾ കൂട്ടായ്മ. കണ്ടന്റുകളല്ലേ? നമ്മളെ പ്ലാനിങ് ചുരുക്കണ്. രാത്രി അതായത് ഫുൾ ഡേ എടുക്കും. 1300 1000 ചോദിക്കും. നമ്മ നൈറ്റ് വരാൻ പറ്റുന്ന ഒരു നൈറ്റ് വരും, കട്ടിങ്ങും കാര്യങ്ങളും ചെയ്തു വെക്കും. പിന്നെന്ന് വെച്ചാൽ മട്ടരിയാണ്, വേവൂല. പിന്നെ ഇവിടെ കണ്ടത് ഗ്യാസും സിലിണ്ടറും ഇല്ല. പക്ഷെ അവന് കുക്കിംഗ് റേഞ്ച് കാണിച്ചു തന്നു. ഇത്രയധികം ആൾക്കാർക്കുള്ള ചോറ് വെക്കണ്ടേ? അതാണ് അതെന്ന് പറഞ്ഞാലേ തലേന്ന് അങ്ങോട്ട് ഒരു വലിയ ടവറിൽ കയറ്റി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് നമ്മ അവിടെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് നെറ്റുവിനെ ഏൽപ്പിക്കാം. നെറ്റുവിന് 2 പൊക്കല് അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് നെറ്റ് വീഴും. നെറ്റുവിന് നീ മരണമാസം എന്ന് പറഞ്ഞാൽ
പക്ഷെ തട്ടിപ്പണ്ട നെയ്ച്ചോറ് പറഞ്ഞിട്ട് ഭാര്യക്കില്ല നെയ്യ് ഒഴിച്ചു തരും പരിപാടി നടക്കൂല അതവന്റെ ഇക്ക പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അപ്പൊ നടക്കൂല ഞാൻ പറയല്ലേ നീ ജസ്റ്റ് അതിന്റെ പേര് തിരിച്ചോ സ്വിച്ച് ഓഫ് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് നമ്മളപ്പോ നമ്മള് പറയട്ടെ ഇനി ബാക്കി എല്ലാരോടും ചർച്ച ചെയ്തതിനു ശേഷം ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ റെഡി ആവണം. പിന്നെ ഫണ്ട് റെഡി ആവണം. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാല് അവരായിട്ട് സംസാരിച്ച് റെഡിയാക്കുന്നു പറയണേ. പച്ചക്കറി വെട്ടി സാമ്പാർ കാര്യം നല്ല റേറ്റ് പിന്നെ അടുത്തരാട്ടാ പച്ചക്കറി പോയി ആദ്യം തന്നെ ഓടുന്നുണ്ടായിരുന്നല്ലോ ആളെ പച്ചനെയും കൊണ്ട് അപ്പുറത്തേക്ക്. എന്ത് ഡീലിംഗ് അത് വെച്ചാലേ 400 ഉള്ള ഇടിപാടായിട്ട് സംസാരിക്കണം. എന്നാലും ആ ഫണ്ടൊക്കെ കുറഞ്ഞു വരും. കൂട്ടി കൊടുത്ത് നമ്മളെ കിട്ടൂല. പക്ഷെ പച്ചക്കറിയും പലചരക്കും ഞാൻ എടുക്കും. അതല്ല പറഞ്ഞു പാകിസ്ഥാനി ഫസ്റ്റ് വന്നിട്ട് പറഞ്ഞു 500 dirhams എന്ന് പറഞ്ഞു. 5 പോയി 1000 dirhams ലൊക്കേഷൻ ഇട്ട വീട്ടിൽ പോകണ്ടത് എങ്ങനെ പോകണ്ടല്ലോ. അത് വേറെ കാര്യം. അല്ലാന്ന് എത്ര ടോട്ടല് പറയണേ? 1300. നമ്മള് സെറ്റിലാവൂന്ന് നമുക്ക് അറിയേണ്ടത്. ഞാൻ പറയട്ടെ ഇതിപ്പോ നമ്മളെല്ലാം കണ്ടില്ലേ. നമുക്ക് ബാക്കി 20 പേരായിട്ടുള്ളൂ. 21 പേര്. അതായത് 21 പേരിന്ന് മിനിമം 30 പേരെങ്കിലും ആയിക്കഴിഞ്ഞാല് നമുക്ക് നൈറ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബാധ്യത വന്നാൽ നമ്മളെ ഇൻട്രസ്റ്റും നമ്മളൊരു സന്തോഷങ്ങളും കംപ്ലീറ്റ് പോകും. വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞ ഓണത്തിന് വേണ്ടി 100 dirhams പൊട്ടട്ടെ. ഷെയ്ക്കിന്റെ പാലസ് ആൾക്കാരെ പ്രൈവസി പ്രത്യേകിച്ച് അറിവുകളൊന്നും എടുക്കരുത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒന്ന് കാണാൻ പറ്റിയില്ല, ഫോണില് ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മളുടെ ഓണത്തിന്റെ വ്ളോഗ് പെട്ട സാധനം അൻസിയെ പെട്ട സാധനം തീപ്പൊരി കട്ടടാസ് സാധനം വരുന്നുണ്ട്. നടന നായികോ പെട്ട സാധനം വരുന്നുണ്ട്. ഹെവി പരിപാടി. ഇതുവരെ യു കാണാത്ത ഹെവി പരിപാടി ഇതിൽ തന്നെയല്ലേ ഹെവി പരിപാടിയിൽ നമ്മ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ചാനൽ തുടങ്ങാത്ത കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല. ചാനൽ തുടങ്ങുമ്പോ പേര് വരെ കിട്ടില്ല. അത് അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതെ. അപ്പൊ ഇത് ഫോണിലും ചാർജ് ഇല്ല. അപ്പൊ ഈ ഫുള്ള് പവർ ബാങ്ക് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ബാക്കി എല്ലാരും കേട്ടിട്ട് തീരുമാനിക്കും. അതെ, നമ്മ ഇവിടെ ഈ സംഭവം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലിട്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സെറ്റ് സ്ഥലം ഫണ്ടിന്റെ കാര്യവും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മ ഓണത്തിന് ഇവിടെ വെച്ച് തന്നെ കാണണം സെറ്റ്.